പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ആത്മീയ നിദ്ര, ആത്മീയ ഉറക്കം നമുക്കും ലോകത്തിനും സഭയ്ക്കും നാശകരമായി ഭവിക്കുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ ഉറക്കം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു ആവേശമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, കുദാശ ജീവിതത്തോട് താല്പര്യക്കുറവ്, അങ്ങനെ പോകുന്ന കാലഘട്ടം, അങ്ങനെ പോകുന്ന മനുഷ്യ സമൂഹം, വ്യക്തികൾ. കർത്താവിൻ്റെ വചനം പറയാണ്, നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത്. കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. നമുക്ക് ഈ വചനം ഒന്ന് പരസ്പരം പറഞ്ഞാലോ? അടുത്തിരിക്കുന്ന ആളെ കയ്യിലൊന്ന് പിടിച്ച് ഉറക്കെ പറയണേ. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഉണർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യ സമൂഹം മുഴുവൻ കടന്നു പോകുന്നത്. എവിടെ നോക്കിയാലും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വിശ്വാസികളായ ഞാനും നിങ്ങളും ഉണർന്ന് രാത്രിയുടെ യാമങ്ങളിലെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഷാലോം നൈറ്റ് ചേർന്ന് ആയിരക്കണക്കിന് മനുഷ്യർ ഉറക്കമിളച്ച് രാത്രിയിൽ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ആ കൃപയെ പ്രാപിച്ച് കർത്താവിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തോട് ചേരാം. ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നശിക്കുന്ന ലോകത്തെ ഓർത്തുള്ള ഭാരം, പാപത്തിലും അശുദ്ധിയിലും വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കളെ ഓർത്തുള്ള ഭാരം എൻ്റെ നിങ്ങളുടെയും മനസ്സിൽ വരുമ്പോഴാണ് കണ്ണീരോടെ എന്നെ മറന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുക. അപ്രകാരമുള്ളൊരു അഭിഷേകം നിങ്ങൾക്ക് പ്രാപിച്ചാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏറെ അനുഗ്രഹീതരാകും. നമ്മൾ നമ്മുടെ അനേകം കാര്യങ്ങൾക്ക് നിയോഗം വെച്ചൊക്കെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ഇതൊക്കെ വളരെ നല്ലതാ. കാര്യങ്ങളൊക്കെ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. അതോടൊപ്പം ഈശോയുടെ ഈ രാത്രിയിൽ ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നല്ല, ദൈവമേ, മനുഷ്യ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന സമൂഹ സാഹചര്യങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു വരം, ഒരു കൃപ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ മരവിപ്പ് വിട്ടുപോട്ടെ. ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാവ് നമ്മളെ സഹായിക്കണം. ആത്മാവ് നമ്മുടെ മേൽ വന്ന് അഭിഷേകമായി തീരണം. കർത്താവ് യെശയ്യാ 51:9 ഇപ്രകാരം ഒരു വചനമുണ്ട്. കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക. കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക. ഉണർന്ന് ശക്തി ധരിക്കുക. ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന ശക്തി നീ പ്രാപിക്കണം. അതെനിക്ക് നിങ്ങൾക്കും അവകാശമുള്ളതാണ്. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ വലിയ അധപതനത്തിൻ്റെയും തകർച്ചയുടെയും വാർത്തകൾ, ഒരിക്കലുമില്ലാത്ത സാമൂഹ്യപരമായ മ്ലേച്ഛത നിറഞ്ഞ വാർത്തകൾ മീഡിയാസിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അയ്യോ, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മളൊക്കെ സഹതാപത്തോടെ പറയാറുണ്ട്. എന്നാൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. എൻ്റെ മോൻ, എൻ്റെ മോള്, അവൾ കരങ്ങൾ വിരിച്ച് ജനത്തിനു വേണ്ടി, സഹിക്കുന്നവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാറുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. നമുക്ക് അല്പസമയം മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട്
ലോകം മുഴുവനെയും നമ്മുടെ വിശ്വാസ കണ്ണിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. യേശു വന്നിട്ട് 2000 വർഷങ്ങൾ കടന്നിരിക്കുന്നു. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ധ്വനി ലോകമെമ്പാടും അനേകം സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാഥൻ വീണ്ടും നമ്മെ ചേർക്കാൻ വരുന്ന കാലഘട്ടത്തിലേക്കാണ് സമൂഹം കടന്നു പോകുന്നതെന്ന് അനേകം പ്രവാചകന്മാർ, ശ്രേഷ്ഠരായ വൈദികരൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ അറിയാത്ത ജനകോടികൾ ഈ അഖിലാണ്ടത്തിൽ ജീവിക്കുന്നു, വൻകരകളിൽ ജീവിക്കുന്നു. തീവ്രവാദം പെരുകിക്കൊണ്ടിരിക്കുന്നു. കലഹങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പോരുകൾ അവസാനിക്കാതെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധഭീതി എങ്ങും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എനിക്കും നിങ്ങൾക്കും നിസ്സഹായരായി നിസ്സംഗതയോടെ നിൽക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവരൊന്ന് കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി അത് ഗാനരൂപത്തിൽ പാടി ഒരു 10 തവണ പാടി ലോകം മുഴുവനെയും കണ്ണുകളടച്ച് കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയങ്ങളിൽ. ഈശോയുടെ അതിദാരുണമാ ചേർന്ന് പാടാം. പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ചേർന്ന് പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണം. കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഒരിക്കൽ കൂടി ഈശോയുടെ എല്ലാവരും ചേർന്ന് അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കും. കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ,
പാടി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, എല്ലാവരും ചേർന്ന് പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, എല്ലാ വൻകരകളെ പരിശുദ്ധനായ ബലവാനേ, എല്ലാ ലോകരാഷ്ട്രങ്ങളെയും പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി, നമ്മുടെ ഉയർത്തപ്പെട്ട കരങ്ങളിൽ ലോകരാഷ്ട്രങ്ങള്, അശുദ്ധിയിലും അന്ധകാരത്തിലും കഴിയുന്ന ജനകോടികള്, പശ്ചിമേഷ്യൻ രാജ്യങ്ങള്, തീവ്രവാദ സംഘടനകള്, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും ഉയർത്തി ഇതാ ഷാലോമിന്റെ ഈ നൈറ്റ് രാത്രിയിൽ ലോകമെമ്പാട് ആയിരക്കണക്കിന് മനുഷ്യർ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ലോകരാജ്യങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. പാപികളുടെ മാനസാന്തരം ഉണ്ടാകട്ടെ. യുദ്ധങ്ങൾ അവസാനിക്കട്ടെ. അവസാനിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ നൊറ്റവിളി വിളിക്കുന്നു. യേശുവേ യേശുവേ ആരാധന യേശുവേ 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 ആരാധന യേശുവേ യേശുവേ ആരാധന യേശുവേ 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 ലാ 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 പ്രിയമുള്ളവരെ, കരങ്ങൾ അല്പം തുറന്ന് പിടിച്ച് ത്യാഗത്തോടെ ഏതാനും മിനിറ്റും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കത്തോലിക്ക സഭയോർത്ത് നന്ദി പറയാം. സഭയിലൂടെ ഞാനും നിങ്ങൾ സ്വീകരിച്ച എണ്ണമില്ലാത്ത നന്മകള് എല്ലാം നന്ദിയോടെ ഓർക്കാം. നമ്മുടെ സമർപ്പിതരെയും അഭിഷിക്ത പിതാക്കന്മാരെ എല്ലാം സ്നേഹത്തോടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, വീണ്ടും ഒരു പന്തക്കുസ്തയുടെ അനുഭവം നൽകണമേ. സഭയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കടന്ന് ചിന്തിക്കുമ്പോഴുള്ള വേദന നിറഞ്ഞ ആലോചനകളും ചിന്തകളും എല്ലാം നമുക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഇടപെടണമേ. കേരള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ സഭയെ വീണ്ടും പണിത് ഉയർത്തണമേ. ഐക്യവും കൂട്ടായ്മയും ഞങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരട്ടെ. എല്ലാ ഭിന്നതകളും കലഹങ്ങളും മാറിപ്പോകട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയെ, സവിശേഷം ഇതാ കേരള കത്തോലിക്ക സഭയെ ഇരു കരങ്ങളിലും എടുത്തുയർത്തി നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സമർപ്പിത ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുവേ, ദൈവമേ, മഹാകരുണ ചെയ്യണമേ. പരിശുദ്ധ സഭയുടെ മേൽ തിരുസഭ ഉണരട്ടെ, ദൈവരാജ്യം വളർന്നിടട്ടെ. 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 സ്നേഹത്തോടെ ഇരു കരങ്ങളും ഉയർത്തി കർത്താവ് ഉയർത്തിയ അനേക ആത്മാക്കളുടെ രക്ഷക്കാരണമായി
കർത്താവിൻ്റെ കരങ്ങളിലെ ശക്തമായ ആയുധമായ ശാലോമിനെ, നമ്മുടെ സ്വന്തം ശാലോമിനെ ഇരു കരങ്ങളിലേക്കും എടുത്ത് ഉയർത്താൻ. ദൈവമേ, വീണ്ടും ശാലോമിനെ അനുഗ്രഹിച്ച് ഇതിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, കർത്താവെ തിരുസഭയുടെ ഉണർവിന് വേണ്ടി, കർത്താവെ തിരുസഭയെ ഉണർവിലേക്ക് നയിക്കാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള ശുശ്രൂഷകൾ ശാലോമിൽ നിന്ന് ലോകം ദർശിക്കട്ടെ. ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ശാലോമിൻ്റെ എല്ലാ മിനിസ്ട്രികളെയും ഉയർത്തി വീണ്ടും ഒരു അഭിഷേകം നിറയാൻ വേണ്ടി നമ്മുടെ എല്ലാ സഹാരികളെയും ഉയർത്തിക്കൊണ്ട് ശാലോമിനെ സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായ ഒരു നിമിഷം വിളിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശാലോമിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ശാലോമിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ശാലോമിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ശാലോമിൽ നിറയണമേ. കരങ്ങളൊന്ന് ആവുന്നത്ര വിരിച്ചു പിടിക്കാം. ദൈവമേ, ഞങ്ങളുടെ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ന്യായത്തിന് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങള് എല്ലാം സന്ദർശിക്കണമേ, ഇടപെടണമേ. അനുകൂലമായ ഒരു തീരുമാനം പ്രാർത്ഥിക്കുന്നു. ഈശോയേ നാഥാ, കരങ്ങൾ നീട്ടണമേ, ഈശോയേ നാഥാ, കരങ്ങൾ നീട്ടണമേ, ഈശോയേ നാഥാ, കരങ്ങൾ നീട്ടണമേ, ഈശോയേ നാഥാ, മക്കളെ കാണണമേ, ഈശോയേ നാഥാ, മക്കളെ കാണണമേ, ഈശോയേ നാഥാ, നിലവിളി കേൾക്കണമേ, ഈശോയേ നാഥാ, നിലവിളി കേൾക്കണമേ. മല്ലനായ ഗോലിയാത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം ഭയചകിതരായി വിറച്ചു നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ വായിക്കുന്നു, ബാലനായ ദാവീദിനെ കർത്താവ് ശക്തമായി എടുത്തുപയോഗിച്ചു. നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. അപ്രകാരം ഒരു ദൈവ പ്രവൃത്തി ഈ ജനത്തിന് വേണ്ടി അങ്ങ് ചെയ്തു കൊടുക്കണമേ. ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങളുടെ ശക്തമായ കരം ആ ജനത്തിന് വേണ്ടി നീട്ടണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനെ വിളിക്കുകയാണ് നമ്മൾ. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ ശാന്തമായി നമുക്കിരിക്കാം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത്. കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ബാബു ബ്രദറിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിച്ചു. അപ്പോൾ കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ചെയ്യേണ്ട സമയത്ത് ചെയ്താലേ കാര്യമുള്ളൂ. നമുക്കറിയാം, കൃഷി ഇറക്കുമ്പോൾ
എപ്പോഴെങ്കിലും കൊണ്ടുപോയി കൃഷി ഇറക്കിലും നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വിത്ത് വിതച്ചാൽ വിത്ത് ഉണങ്ങിപ്പോവും. അപ്പോൾ കാലാവസ്ഥ നോക്കി, സമയം നോക്കി, കാലം നോക്കി കൃഷി ഇറക്കിയാലാണ് കൃഷി വിജയിക്കുള്ളൂ. ഇതുപോലെ ജീവിതത്തിലും ദൈവം ഓരോരുത്തർക്കും നിശ്ചയിച്ചു തരുന്ന ചില കാലങ്ങളും കാലാവസ്ഥകളുമുണ്ട്. അത് മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കപ്പെടുമ്പോഴാണ് വളർച്ചയുണ്ടാകുന്നത്, പുരോഗതി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഒരേപോലെ അങ്ങ് ജീവിച്ചു പോയാൽ, ഒരു സുഷുപ്തിയിൽ അങ്ങ് പോയാൽ നമുക്കൊരിക്കലും വളരാൻ പറ്റുകയില്ല. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സമയത്തിൻ്റെ പ്രത്യേകതകൾ, കാലത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടോടെ ഈശോ തൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ക്രമീകരിച്ചിരുന്നു. നിശബ്ദതയിൽ ജീവിക്കേണ്ട കാലത്ത് നിശബ്ദതയിൽ ജീവിച്ചു. പരശുശ്രൂഷയ്ക്ക് വരേണ്ട സമയമായപ്പോൾ പരശുശ്രൂഷയ്ക്ക് വന്നു. ഈ ഭൂമിയിൽ നിന്നും പിരിയേണ്ട സമയമായപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. വളരെ പ്രാധാന്യമുള്ള ഒരു സെൻറ്റൻസാണിത്. ഇതിനു മുമ്പും യേശുവിൻ്റെ ജീവിതത്തിൽ ധാരാളം പെസഹായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പെസഹായിക്ക് എന്താണ് പ്രത്യേകത ഉണ്ടായത്? അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കാരണം ഇനി അടുത്ത പെസഹായിക്ക് ഞാൻ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഈ പഴയ പെസഹ മാറ്റി പുതിയ പെസഹായെ സ്ഥാപിച്ചു ഈശോ തൻ്റെ ആ പെസഹ തിരുനാളിൽ. എൻ്റെ കാരണം എന്താണ്? താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു. സമയം അറിഞ്ഞു. അതുകൊണ്ട് അതേ സമയത്ത് യേശു സമയം അറിഞ്ഞിട്ടില്ല. എല്ലാ പെസഹാ തിരുനാൾ ആഘോഷിച്ച പോലെ യേശു പെസഹാ തിരുനാൾ ആഘോഷിച്ച് പോയായിരുന്നെങ്കിൽ യേശു ക്രൂശീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധ കുർബാന ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ സഭ ഇതുപോലെ വിശുദ്ധ കുർബാന ഇല്ലാത്തൊരു സഭയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തായിരിക്കും അവസ്ഥയെന്ന്. അപ്പം അതുകൊണ്ട് സമയം അറിഞ്ഞതുകൊണ്ടാണ് ആ പെസഹാ തിരുനാളിൽ യേശു ഇപ്രകാരം പ്രവർത്തിച്ചത്. അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യോസേപ്പ് പിതാവ് ആ രാത്രിയിൽ തന്നെ അമ്മയെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വായിക്കുമ്പോൾ അവിടെ നമ്മളെല്ലാം അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ഈ യോസേപ്പ് പിതാവിനെ തിരുക്കുടുംബത്തെ അവിടെയുള്ള ആട്ടിടയന്മാരൊക്കെ സഹായിച്ചു. ഉണ്ണി എന്നും പാലൊക്കെ കൊണ്ടേ കൊടുക്കും. അതുപോലെ ചുറ്റുമുള്ള അയൽവക്കംകാരൊക്കെ ഈ കുടുംബത്തെ ഒത്തിരിയേറെ സഹായിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോൾ ആ കുടുംബം അവിടെയില്ല. എവിടേക്കാണ് പോയെന്നറിയില്ല. അപ്പോൾ തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പോകാൻ സന്ദേശം കിട്ടി. ഓക്കെ, ശിശുവിനെയും അമ്മയെ എടുത്ത് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. ഒരു സാമാന്യ മര്യാദയെങ്കിലും ഉണ്ടെങ്കിൽ യോസേപ്പ് പിതാവ് ആ രാത്രി തന്നെ പോകാതെ നേരം വെളുത്ത് അയൽവക്കംകാരെയൊക്കെ വിളിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ചെയ്ത സഹായത്തിനൊക്കെ നന്ദി പറഞ്ഞ് ആട്ടിടയന്മാരെയൊക്കെ ആളെ വിട്ട് അറിയിച്ച് ടാറ്റായൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ മര്യാദ ഉണ്ടെങ്കിൽ ഈജിപ്തിലേക്ക് പോകേണ്ടത്. പക്ഷേ യോസേപ്പ് പിതാവ് അവിടെ ഒരു മര്യാദകേട് കാണിച്ചു. അപ്പോൾ ആളുകളൊക്കെ പരിഭ്രാന്തരാ, ഈ കുടുംബം എവിടെ പോയി? യാതൊരു അഡ്രസ്സും ഇല്ല. രാവിലെ നോക്കുമ്പോൾ തിരുക്കുടുംബം അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലൊരു പ്രത്യേകത ഇതാണ്. ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. ആ രാത്രിയിൽ തന്നെ ദൈവം പറഞ്ഞതനുസരിച്ചു. ഞാൻ പൊക്കോളാം, നേരം വെളുക്കട്ടെ, എന്ന് പാക്ക് ചെയ്യാൻ സമയം വേണമല്ലോ, യാത്ര പറയണമല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല. ദൈവം പറഞ്ഞ സമയത്ത് തന്നെ യോസേപ്പ് പിതാവ് ചെയ്തു. അങ്ങനെ രാത്രിയിൽ പോയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പിറ്റേ ദിവസം രാവിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഈജിപ്തിലേക്ക് പോകുക എന്ന് പറഞ്ഞ് പോയാൽ എല്ലാവർക്കും അറിയാം ഏത് വഴിക്കാണ് പോയെന്ന്. പിന്നാലെ പടയാളികൾ ശിശുക്കളെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു കുടുംബം പോയിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ആ പട്ടാളക്കാർക്ക് ഇവരെ പിന്തുടർന്ന് വരാനും ഉണ്ണീശോയുടെ ജീവിതം അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്.
അപ്പം അതുകൊണ്ട് ഒരു വിധത്തിലും ഇവർ എവിടേക്ക് പോയി എന്നുള്ള ന്യൂസ് ആർക്കും കിട്ടരുത്. ആരെങ്കിലും വഴി ഏതെങ്കിലും ഒരു ബലഹീന നിമിഷത്തിൽ ഈ ന്യൂസ് പുറത്തു വന്നാൽ ഒരുപക്ഷെ ഇവർ ഈജിപ്തിലെത്തുന്നതിന് മുമ്പ് പടയാളികൾ കുതിരപ്പുറത്തൊക്കെ വന്ന് ഉണ്ണീശോയുടെ ജീവിതം അപകടത്തിൽപ്പെടുത്തുമായിരുന്നു. അപ്പം അതുകൊണ്ട് രാത്രിയിൽ തന്നെ പറഞ്ഞ സമയത്ത് തന്നെ യൗസേപ്പ് പിതാവ് അമ്മയെയും ശിശുവിനെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. ആരോടും യാത്ര പറഞ്ഞില്ല. സമയത്തിന് ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്നലെ ജീവിച്ചതുപോലെ ഇന്നും ജീവിക്കരുത്. നമ്മളുടെ പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകും. ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ആത്മാവ് നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് പറഞ്ഞു തരികയും പ്രചോദനം തരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ട്യൂൺ ചെയ്ത് ഇരുന്നാൽ മാത്രം മതി. ഇപ്പം ക്രിസ്തീയ ജീവിതത്തെ മറ്റു ജീവിതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് നമുക്ക് സഹായകനായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യങ്ങളിലും സഹായിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. പക്ഷെ നമ്മളത് വേണ്ടതുപോലെ ആ സഹായം പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട ജീവിതത്തിൽ വിജയിക്കാൻ, ഒരുപാട് കഴിവൊന്നും വേണ്ട. നമുക്കിപ്പോൾ ഉള്ളതൊക്കെ മതി. ബാക്കി കുറവുകളൊക്കെ പരിഹരിച്ചു തരാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ആത്മാവിനോട് ട്യൂൺ ചെയ്ത് ജീവിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാനും പോകേണ്ടത് പോകാനും പറയേണ്ടത് പറയാനും ഒക്കെ കർത്താവ് നമുക്ക് ആവശ്യമായിട്ടുള്ള കൃപ തരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ കൂട്ടുകൂടണം. എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്നെ നയിക്കണം, എനിക്ക് പറഞ്ഞു തരണം, ഈ കാര്യത്തിൽ എനിക്ക് അറിവ് കുറവാണ്, എന്നെ ഗൈഡ് ചെയ്യണം, എന്നെ പഠിപ്പിക്കണം, അബദ്ധങ്ങളിൽ വീഴാതെ കാക്കണം എന്നെല്ലാം പറഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. നിങ്ങൾക്ക് രാത്രി 3 മണിക്ക് എഴുന്നേക്കണം, അലാറം ഒന്നും വെക്കണ്ട. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി. കറക്റ്റ് 3 മണിക്ക് നിങ്ങളെ വിളിച്ചുണർത്തും. നമുക്ക് അത്രയേറെ സഹായമുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏത് മേഖലകളിലും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനവും നമുക്കുണ്ട്. അപ്പം നമ്മളത് ഉപയോഗിച്ചാൽ മതി. അപ്പം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വളരുവാനും ഉയരുവാനും എല്ലാം നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാനായി പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം. സമയബോധം നൽകുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പലർക്കും സമയബോധമില്ല. പല ജീവിതങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതുകൊണ്ടാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം, ഇല്ലേ? ഇതുപോലെ ജീവിതത്തിലെ ഒരുപാട് സമയങ്ങൾ വേസ്റ്റായി പോവുകയാണ് ഈ ദർശനമില്ലാത്തത് കൊണ്ട്. നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞ സമയങ്ങളാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ട് സമയം. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. പ്രാർത്ഥിക്കേണ്ട സമയം പോലും കർത്താവ് നമുക്ക് ഓർപ്പിച്ചു തരും, കാണിച്ചു തരും, ഒരുക്കി തരും. പ്രാർത്ഥിക്കാൻ തിരക്കാണെന്ന് പറയുന്നവർക്കും സമയമില്ല എന്ന് പറയുന്നവരും പരിശുദ്ധാത്മാവിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് സമയം കണ്ടെത്തി തരും. നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലും പ്രാർത്ഥിക്കാനുള്ള സമയം നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമ്മൾ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവുമായി ആഴമായ ഒരു ബന്ധത്തിലേക്ക് വരണം. രണ്ടാമതായി ബാബു ബ്രദർ പറഞ്ഞതുപോലെ ഈ കാലം വളരെ വ്യത്യസ്തമായ കാലമാണ്. കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം നാളെ കർത്താവ് വരുന്നു, ലോകാവസാനമല്ല നമ്മുടെ ഇതിപ്പോൾ വിഷയം കേട്ടോ. ചിലരൊക്കെ ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അത് ഒരിക്കലും ഒരു ദൈവികമായിട്ടുള്ള ഒന്നല്ല. അങ്ങനെ ഇതാ ലോകം അവസാനിക്കാൻ പോകുന്ന പറഞ്ഞാൽ ആളുകളെ പേടിപ്പിച്ച് മനസ്സാന്തരപ്പെടുത്തുന്നതും അല്ല സുവിശേഷ പ്രവർത്തനം. മറിച്ച് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ലോകം എപ്പോഴെങ്കിലും അവസാനിക്കട്ടെ. നമ്മൾ മരിക്കുമ്പോൾ ഈ ലോകം നമുക്ക് അവസാനിക്കുന്നു. ലോകാവസാനമല്ല പ്രശ്നം, കർത്താവിൻ്റെ പുനരാഗമനം.
അത് നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും ഏറ്റുചൊല്ലുന്നതാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? കർത്താവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി, സഭയുടെ ദൗത്യം. അത് നമ്മൾ നിർവഹിക്കണം. അപ്പോൾ അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ലോകത്തിലെല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നോ നാളെയോ എന്നൊന്നും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ നമ്മൾ സഭയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറണം. ആളുകൾ ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചു ദുഃഖങ്ങളിൽ ഒതുങ്ങിക്കൂടി, നമ്മുടെ സ്വാർത്ഥതയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാതെ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. നമ്മൾ സുവിശേഷം കൊടുക്കണം. ലോകത്തിന് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഒന്നുമല്ലെങ്കിൽ നല്ലൊരു പുസ്തകം വാങ്ങിയെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒരാൾ ഒരു ധ്യാനത്തിൽ പറഞ്ഞു വിടാം. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പോയാൽ പോരാ. ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ ഈശോയുടെ ഏറ്റവും വലിയ വേദന എന്താണ്? ഈശോയുടെ കുരിശുമരണം വ്യർത്ഥമായിട്ട് പോവുകയാണ് ആളുകൾ യേശുവിനെ കുറിച്ച് അറിയാതിരിക്കുമ്പോൾ. ആളുകൾ പാപത്തിൽ മരിക്കുമ്പോൾ യേശുവിൻ്റെ കുരിശുമരണം നമ്മൾ വ്യർത്ഥമാക്കി കളയുക. ദൈവത്തിൻ്റെ വേദന എത്ര വലുതായിരിക്കും, ദൈവത്തിൻ്റെ കണ്ണുനീര് എത്ര വലുതായിരിക്കും. നമ്മൾ ആ ചിന്ത വേണം. അതുകൊണ്ട് നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല. നാം യേശുവിന് വേണ്ടി ജീവിക്കണം. യേശുവിനെ കൊടുക്കണം, സുവിശേഷം കൊടുക്കണം, സഭയെ പണിതുയർത്തണം. അതിനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ മുട്ടുകുത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിനും ഞാൻ ഇങ്ങനെ 24 മണിക്കൂറും പ്രാർത്ഥിച്ചാലേ എൻ്റെ കാര്യം നടക്കുമെന്ന് ചിന്തിക്കണ്ട. ഞാനിങ്ങനെ കഷ്ടപ്പെട്ടാലേ എൻ്റെ കാര്യം നടക്കുമെന്ന് ചിന്തിക്കരുത്. മറിച്ച് വളരെ നിസ്സാരമാണ് ജീവിതം. അതായത് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം സകലതും നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. ഇത് പറഞ്ഞത് സാക്ഷാൽ കർത്താവാണ്. അവൻ പോഷ്ക്ക് പറയുന്നവനല്ല. നമ്മൾ അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ചു നോക്കുക, ജീവിക്കാൻ തുടങ്ങുക, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക. ദൈവം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്നത് കാണാൻ സാധിക്കും. ദൈവം നിങ്ങളെ പരിപാലിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവരാജ്യത്തിൻ്റെ വേദനയും ദുഃഖവും പ്രശ്നങ്ങളും നിങ്ങളുടേതായി മാറുമ്പോൾ നിങ്ങളുടെ വേദനയും ദുഃഖവും പ്രശ്നങ്ങളും ദൈവരാജ്യത്തിൻ്റെതായി മാറും. ദൈവരാജ്യത്തിൻ്റെ പരിപാലനം നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ടെൻഷൻ അടിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അതിനുവേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിലും ഉപരിയായി ഒരു തലത്തിലേക്ക് ദൈവം വിളിക്കുകയാണ്. ആ വിളി നമ്മൾ കേൾക്കണം. കാലത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ്. എനിക്ക് വേണ്ടി മാത്രമുള്ള ജീവിതം എന്ന് പറയുന്നത് വില കുറഞ്ഞ ജീവിതമാണ്. എനിക്കും എൻ്റെ പിള്ളേർക്കും വേണ്ടി ജീവിക്കാൻ മാത്രമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുക, സഭ തകർന്നു ജീർണിച്ചു കൊണ്ടിരിക്കുക. ഇതിനൊരു മാറ്റം വരണം. ഈ മാറ്റം വരണമെങ്കിൽ ഞാനും നിങ്ങളും ഉണർന്ന് പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ലോകം എങ്ങനെയായി പോകുന്നത്. നമ്മൾ ഉണർന്നിരിക്കാത്തത്, ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ ഉണരാത്തത് കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയത്. അതുകൊണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ലോകം നശിക്കാൻ പാടില്ല. ഈശോയുടെ ബലി, കുരിശുമരണം വ്യർത്ഥമായി പോകാൻ പാടില്ല. ആത്മാക്കൾ നശിക്കാൻ പാടില്ല. നമ്മുടെ നാട് തകരാൻ പാടില്ല. അഴിമതിയും അക്രമവും അരാജകത്വവും എല്ലാ അശുദ്ധിയും എല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ നോക്കിക്കൊണ്ട് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? നമ്മുടെ വരും തലമുറ ജീവിക്കേണ്ട നാടാണിത്. ഈ രാജ്യം ഇങ്ങനെ ധാർമ്മികമായി നശിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ഈ അധ്വാനിച്ച് മക്കളെ വളർത്തിയിട്ട് എന്താ കാര്യം? അവർ ജീവിക്കുന്ന ലോകം നശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വിദ്യാഭ്യാസം ഒരിക്കൽ പോരാ, അവർക്ക് ഭൗതികമായതൊരിക്കൽ പോരാ. അവർ ജീവിക്കേണ്ട ഈ ലോകം നശിച്ചു പോകാതെ അതിൻ്റെ കാവൽക്കാരായി നിന്ന് ഉണർന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കണം. ലോകത്തിൽ മാറ്റം വരുത്താൻ സുവിശേഷത്തിന് മാത്രമേ സാധിക്കൂ. ലോകത്തിൽ ഒരു നവീകരണം വരുത്താൻ പരിശുദ്ധാത്മാവിന് സാധിക്കൂ. ദൈവത്തെ ലോകത്തിലേക്ക് തിരിച്ചു കൊടുക്കുക, ദൈവകേന്ദ്രീകൃതമായ ഒരു സമൂഹം വീണ്ടും പുനഃസൃഷ്ടിച്ചാൽ മാത്രമാണ് ഈ ലോകത്തിന് പ്രത്യാശിക്കാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്കൊരുപാട് കണ്ണുനീരുണ്ട്. നമ്മളതെല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലും ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യണം.
നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വീടിനെക്കുറിച്ച് മാത്രമാകാതെ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ആകണം. വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കൃപയുണ്ടാകും. പരിശുദ്ധാത്മാവ് നയിക്കുന്ന അനുഭവം ഉണ്ടാകും. നമുക്ക് ഈ രാത്രിയിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരിയുടെ സാക്ഷ്യം തൊടുപുഴയിൽ നിന്നാണെന്ന് തോന്നുന്നു. അവർക്ക് ഭർത്താവിന് ജോലിയില്ല, വളരെ കഷ്ടപ്പാടാണ്. അവർക്കൊരു കൈക്കുഞ്ഞുണ്ട്, ഗർഭിണിയാണെന്ന് തോന്നുന്നു, വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് നാൾ മുമ്പ് ഇവിടെ സ്റ്റേജിൽ തന്നെ പറഞ്ഞ സാക്ഷിയാണ്. പക്ഷെ അവര് 100 ശാലോമാസിക വാങ്ങി എല്ലായിടത്തും കൊണ്ടുപോയി പ്രചരിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞ സാക്ഷി ഇതാണ്: ഈ കഷ്ടപ്പാടിൽ ഈ കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് അവർ ഈ മാസിക കൊണ്ട് വിതരണം ചെയ്തത്. അവർ പറയാണ്, അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിനുടൻ തന്നെ ജോലി കിട്ടി. അതുവരെയും ഭർത്താവ് ഏത് ജോലിയിൽ പോയാലും നിലനിൽക്കില്ല, പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അപ്പം നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഒരു തീരുമാനമെടുക്കണം, എന്തെങ്കിലും ചെയ്യണം ഈശോയ്ക്ക് വേണ്ടി. എൻ്റെ ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി. അവന് വേണ്ടി ഒരാത്മാവിനെ നേടിക്കൊടുക്കുക, അവന് വേണ്ടി ഒരു ആത്മാവിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അതുകൊണ്ട് ഈ രാത്രിയിൽ തീരുമാനമെടുക്കുക. ഇത്രയും കാലം ഞാൻ ഒരുപക്ഷെ എനിക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിച്ചത്. ഇനി എത്ര വർഷം ആയുസ്സുണ്ടെന്ന് എനിക്കറിയില്ല. തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ട സമയമാണ്. ദൈവമേ, നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് 10 ആത്മാക്കളെയെങ്കിലും നിനക്ക് വേണ്ടി നേടി ആത്മാഭിമാനത്തോടെ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവെ എന്നെ അതിനെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ സുവിശേഷ മുന്നേറ്റം സഭയിലും ലോകത്തിലും ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം ശക്തമായി പ്രഘോഷിക്കപ്പെടണം. രാജ്യങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ലോകം വീണ്ടെടുക്കപ്പെടണം. അതിനായിട്ട് ദൈവമേ, ഞങ്ങൾ ഈ രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ വരും തലമുറകൾ ജീവിക്കേണ്ട ഈ ലോകം നശിച്ചു പോകാനിടയാകരുതേ. ഞങ്ങളുടെ നാട് നശിച്ചു പോകാനിടയാകരുതേ. പാപം പെരുകിയിരിക്കുന്ന കർത്താവേ, അനീതി പെരുകിയിരിക്കുന്ന കർത്താവേ, അക്രമം പെരുകിയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിസ്സഹായരാണ് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന കർത്താവേ. പാപം ന്യായീകരിക്കപ്പെടുന്ന സമൂഹമാണ് കർത്താവേ. നീ ഇടപെടണമേ കർത്താവേ, നീ ഇടപെടണമേ കർത്താവേ. ഒരു മാറ്റത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിൻ്റെ മാറ്റത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല നേതാക്കന്മാരെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ നയിക്കാൻ നല്ല നേതാക്കന്മാരെ ഞങ്ങൾക്ക് നൽകണമേ. ധാർമ്മിക ബോധമുള്ള നേതൃത്വം ഉയർത്തെഴുന്നേൽക്കട്ടെ. തിന്മയുടെ കോട്ടകളെ തകർത്ത് കളയണമേ. സുവിശേഷത്തിൻ്റെ വെളിച്ചം നൽകണമേ. സുവിശേഷ മൂല്യങ്ങളെ വെളിപ്പെടുത്തണമേ. ഒരു പുതിയ യുഗത്തിനായിട്ട് നീ തുടക്കം കുറിക്കണമേ. ഒരു പുതിയ പെന്തക്കുസ്ത നീ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ എല്ലാ ഭാരങ്ങളും ഈശോ ഈ രാത്രിയിൽ ഏറ്റെടുക്കും. അവിടത്തേക്ക് ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ. അനേകര് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കടബാധ്യത കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത് നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്. വീട് പണിയാൻ വിഷമിക്കുന്നവരുണ്ട്. വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തവരുണ്ട്. വീടിൻ്റെ ലോൺ അടയ്ക്കാൻ കഴിയാത്തതിൻ്റെ അവസ്ഥകൾ, വീട് സ്ഥലവും ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ, അങ്ങനെ സാമ്പത്തിക മേഖലകളിലെ പ്രതിസന്ധി കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. കൃഷിയുടെ നാശം കൊണ്ട് വിഷമിക്കുന്നവർ, ഒരു ജീവിതമാർഗമില്ലാതെ വിഷമിക്കുന്നവർ, ബിസിനസ്സിൻ്റെ തകർച്ചകൾ, ദൈവമേ എന്ത് ചെയ്യും എന്നോർത്ത് വേവലാതിപ്പെടുന്നവർ, ദൈവമേ അങ്ങനെയുള്ള സഹോദരങ്ങളെ ഈ രാത്രിയിൽ തിരുമുമ്പിൽ തരുന്നു.
അവിടുന്ന് അവരുടെ ജീവിത സാഹചര്യത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽ നിന്ന് വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലെ തകർച്ചകൾ പരിഹരിക്കണമേ. മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രീ അല്ലാഹ് ആരാധന ഹമാരി അല്ലാഹ് കാരിയോ. മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മക്കളെ ഓർത്തുള്ള മാതാപിതാക്കളുടെ എല്ലാ വേവലാതികളും ഈ രാത്രിയിൽ നീ ഏറ്റുവാങ്ങണമേ. മക്കളുടെ ദുസ്വഭാവം കൊണ്ട്, സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. മക്കളുടെ പഠന വൈകല്യം, പഠിക്കുവാൻ കഴിയാത്തതിൻ്റെ വിഷമങ്ങൾ, ദൈവമേ അവരുടെ രോഗങ്ങൾ, കർത്താവേ അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, വിവാഹം നടക്കാത്തതിൻ്റെ വിഷമങ്ങൾ, ജോലിയില്ലാത്തതിൻ്റെ വിഷമങ്ങൾ, ഓ മക്കളെ ഓർത്ത് വ്യവലാതിപ്പെടുന്ന ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും നൊമ്പരങ്ങൾ ഈ രാത്രിയിൽ തിരുമുമ്പിൽ നീ ഏറ്റുവാങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നീ ഇന്ന് ഈ രാത്രിയിൽ ഉത്തരം നൽകണമേ. അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ. അവരുടെ തടസ്സങ്ങൾ നീ എടുത്തു കളയണമേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവരെവിടെയാണോ അവിടേക്ക് ദൈവത്തിന്റെ കരങ്ങൾ കടന്നു വരട്ടെ. ദൈവമേ നീ അവരിലേക്ക് ഇറങ്ങി വരണമേ. അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാ മക്കളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. എല്ലാ മക്കളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. അവരുടെ വിദ്യാഭ്യാസ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കുഞ്ഞുങ്ങൾ അവരിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കുഞ്ഞുങ്ങൾ അവരിൽ നിറയണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല എന്ന് നീ അറിയുന്നത്. നിരന്തരമായ കലഹങ്ങൾ, കാരണമറിയാത്ത കലഹങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നിരന്തരമായ കലഹങ്ങൾ കൊണ്ട് സ്നേഹിക്കാൻ കഴിയാതായ ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായ കലഹങ്ങൾ കൊണ്ട് നിരാശയിലേക്ക് വീണുപോയവർ സമർപ്പിക്കുന്നു. സ്നേഹിക്കാൻ കഴിയാതെ വിഷമിച്ച മനവിച്ച ഹൃദയങ്ങൾ, ദൈവമേ നീ സമാധാനത്തിന്റെ രാജാവാണല്ലോ. കാരണമറിയാത്ത കലഹങ്ങളെ അവിടുന്ന് എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കാൻ കഴിയാത്ത ഹൃദയങ്ങളിലേക്ക് സ്നേഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് ക്ഷമിക്കുവാനുള്ള ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ നിന്റെ സ്നേഹം കൊണ്ട് എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ. ഓ നിന്റെ അരൂപി കൊണ്ട് എല്ലാവരും നിറയട്ടെ. ദാമ്പത്യ കലഹങ്ങൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഭിന്നതകൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നത യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. അയൽപക്കക്കാർ തമ്മിലുള്ള കലഹങ്ങൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. സമാധാനത്തിന്റെ ആത്മാവ് എല്ലാ ഇടത്തേക്കും വ്യാപിക്കട്ടെ. എല്ലാ ഭവനങ്ങളിലും കടന്നു വരട്ടെ. യേശുവിന്റെ ശാന്തി വ്യാപിക്കട്ടെ. വലതുകരം ഉയർത്തി കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആത്മാവ് കടന്നു വരട്ടെ. സൗഖ്യം നൽകട്ടെ. അകൽച്ചകൾ വിട്ടുപോകട്ടെ. വെറുപ്പ് വിട്ടുപോകട്ടെ. യേശുവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. തുടർന്ന് നമ്മുടെ ശാരീരികമായ രോഗങ്ങളെയും തളർച്ചകളെയും നമുക്ക് തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ മുറിപ്പാടുള്ള കരങ്ങൾ ഈ രാത്രിയിൽ നമ്മുടെ ശരീരത്തെ സ്പർശിക്കട്ടെ.
കർത്താവിൻ്റെ മുമ്പിലേക്ക് എല്ലാ രോഗങ്ങളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ഇപ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, രോഗത്തിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജീവിയിൽ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന രോഗികളെല്ലാവർക്കും സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിന്റെ സൗഖ്യദായകമായ സ്പർശനം നിന്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിന്റെ തളർച്ചകളെ എടുത്തു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നൊമ്പരങ്ങൾ എടുത്തു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിന്റുകളുടെ വേദനകൾ എടുത്തു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്യൂമറുകൾ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകളും വ്രണങ്ങളും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിന്റെ വേദനകൾ എടുത്തു നിൽക്കണമേ. കാഴ്ചയുടെ തകരാറുകൾ എടുത്തു നിൽക്കണമേ. അസ്ഥിയുടെ തകരാറുകൾ എടുത്തു നിൽക്കണമേ. ഹൃദ്രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്കിൻ ഡിസീസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രക്തത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവിന്റെ കരങ്ങൾ ഇപ്പോൾ എല്ലാ രോഗികളെയും തൊടട്ടെ. സൗഖ്യം വ്യാപിക്കട്ടെ. യേശുവേ, നിന്റെ മക്കൾ, കർത്താവായ ഈശോയെ, നിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിന്റെ മക്കളുടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ, വേദനകൾ വിട്ടുപോകട്ടെ, സൗഖ്യം വ്യാപിക്കട്ടെ, കൃപയൊഴുകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വേദന വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. ഈശോ, രോഗികളോട് കരുണ തോന്നണമേ, രോഗികളോട് കരുണ തോന്നണമേ, സുഖപ്പെടുത്തണമേ. യേശുവേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. ശരീരത്തിന്റെ നൊമ്പരങ്ങൾ എടുത്തു നീക്കണമേ. യേശുനാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി കിട്ടും. ആത്മാവ് വരുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടും. ആത്മാവ് നമ്മളെ സഹായിക്കും. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഒരു അഭിഷേകം ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ. ഏറ്റവും കൂടുതലായി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകുന്നത്. ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഭോഷത്തരം സംസാരിക്കുന്നതും പെരുമാറുന്നതും. ജ്ഞാനമില്ലാത്തവരാണ് കലഹങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ജ്ഞാനമില്ലാത്തവർ പ്രശ്നങ്ങൾ വഷളാക്കും. ജ്ഞാനമില്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, എനിക്ക് ജ്ഞാനം തരണമേ, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈ രാത്രിയിൽ എന്നെ ഒരിക്കൽ കൂടി തൊട്ട് തലോടണമേ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഉണർത്തണമേ. എല്ലാവരും ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക. രണ്ട് കരങ്ങളും വിടർത്തി ചെറിയ ശബ്ദത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, നിന്റെ മക്കളിൽ വന്ന് നിറയണമേ.
ഉണർവിൻ്റെ ആത്മാവേ എല്ലാ ആത്മീയ മരവിപ്പുകളും നീക്കിക്കളയണമേ. പ്രാർത്ഥനാ ജീവിതത്തെ ഒതുക്കി പണിയണമേ. പുതിയ സന്തോഷം കൊടുക്കണമേ, പുതിയ സ്നേഹം കൊടുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലൂടെ കർത്താവെ എന്നോട് സംസാരിച്ചതിന് നന്ദി. എൻ്റെ എല്ലാ തളർച്ചകളും എടുത്തു നീക്കി ഒരു ഉണർവ് തന്നതിന് നന്ദി പറയുന്നു. എനിക്ക് ആവശ്യമായ വചനം തന്നതിന് ഈശോയെ നന്ദി. കർത്താവെ എൻ്റെ രോഗങ്ങളുടെ വേദനകൾ നീക്കിക്കളഞ്ഞതിന് നന്ദി. എനിക്ക് പുതിയ സ്വപ്നങ്ങളും പ്രത്യാശയും നൽകിയതിന് നന്ദി. ഇവിടുത്തെ പരിശുദ്ധാത്മാവിന് നന്ദി. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് ഒരിക്കൽ കൂടി കരങ്ങളുയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ പാദാന്ത്യത്തിൽ നമുക്ക് നിൽക്കാം. ലോകം മുഴുവനും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നല്ല മാതാവേ, കൃപയോട് ചേർത്ത് പിടിച്ചതിനും കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി അമ്മ പ്രാർത്ഥിച്ചതിനും നന്ദി പറഞ്ഞ് അമ്മയുടെ തിരുനാമം ഞങ്ങൾ ഒന്നിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് നിരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുത്ത് സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് നമുക്ക് ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ശാലോമിൻ നാഥയാമമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ശാലോമിൻ നാഥയാമമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വാക്കു തന്നോൻ മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. വാക്കു തന്നോൻ മാറുകില്ല, വാഗ്ദത്തങ്ങൾ
അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല.